അറിയിക്കാം. അഭീഷ്ടവർദായനിയായ പൊന്നൂരുപുറത്തമ്മയുടെ മേലപ്പുഴനാളിലെ കെട്ടുകാഴ്ചകളുടെ അവസാനത്തെ വഴിപാട് കെട്ടിരിപ്പള്ളികളുടെ വട്ടമടിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒന്നിനു പിറകെ ഒന്നായി ചിട്ടയോടെ ക്രമത്തോടെ വട്ടമടിക്കുന്ന ആ ഭക്തി നിർഭരമായ ചടങ്ങാണ് ഒരു പുറത്തമ്മ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഓരോ കാളയും അതിന്റെ പുറകിലായി ഒന്നിനു പിറകെ ഒന്നായി വളരെ ചിട്ടയോടെ അച്ചടക്കത്തോടെ, ആരും നമ്മളെ നിയന്ത്രിക്കാനല്ല, വളരെ ചിട്ടയോടെ അച്ചടക്കത്തോടെ ഒരു പുറത്തമ്മയോടുള്ള നമ്മുടെ ആ കടപ്പാടിന്റെ ആ പ്രതീകമായി വളരെ വളരെ മാന്യമായ അമ്മയുടെ അനുഗ്രഹ ആശീർവാദം ഏറ്റുവാങ്ങാൻ വേണ്ടി വളരെ കൃത്യമായി തന്നെ ഒന്നിനു പിറകെ ഒന്നായി തന്നെ അമ്മയോടുള്ള അടങ്ങാത്ത കടപ്പാടിന്റെ ഭാഗമായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയാണെങ്കിൽ ഇന്നലെ എത്തുകയും ഇന്ന് അമ്മയുടെ അനുഗ്രഹ ആശീസ്സുകളെ ഏറ്റുവാങ്ങുന്നതിനായി അമ്മയുടെ തിരുമുമ്പിൽ വലയം ചെയ്യുന്നത് വളരെ ചിട്ടയോടെ അച്ചടക്കത്തോടുകൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ കെട്ടിരിപ്പിടികളും ഒന്നിനു പിറകെ ഒന്നായി ക്ഷേത്രത്തിന്റെ മുറ്റത്തേക്ക് ഇറങ്ങുക, വളരെ സൂക്ഷിക്കുക, പക്ഷെ ആൾക്കൊരു ഉപദ്രവമില്ലാതെ വളരെ ശ്രദ്ധയോടുകൂടി ഈ ചെറിയ കെട്ടിരിപ്പിടികളുടെ വട്ടമണി പൂർത്തീകരിച്ചാൽ ഉടൻ തന്നെ അതിശ്രേഷ്ഠമായ ഏതെങ്കിലും നമ്മെ സ്വീകരിക്കുന്ന അതിശ്രേഷ്ഠമായ ചടങ്ങ് ഈ ക്ഷേത്ര സന്നിധിയിൽ നടക്കേണ്ടതുണ്ട്. ആ ഭൂഗളപ്പുറയുടെ കിഴക്ക് ഭാഗത്തുള്ള ചെറിയ കെട്ടിരിപ്പിടികൾ മുമ്പോട്ട് നീങ്ങിക്കൊണ്ട് ആ കാളകള് ഈ പന്തിയിലേക്ക് ഇറക്കേണ്ടതാണ്. ഈ വലിയ രണ്ട് ഇരട്ടക്കാളകൾ പന്തിയിലേക്ക് ഇറക്കുക. തട്ടകം പ്രദേശത്തിന്റെ തൊട്ട് പുറകെ അവസാനമായ വഴിപാട് കെട്ടിരിപ്പിടികൾ വട്ടമടിയാണ് ഇപ്പോൾ നടക്കുന്നത്. വട്ടമടി പൂർത്തീകരിച്ച ചെറിയ കെട്ടിരിപ്പിടികൾ യഥാസ്ഥാനത്ത് തന്നെ തിരികെ കയറ്റിവരണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആ ഭൂവത്തിന്റെ ഭാഗത്തു നിന്ന്
ഒരു കാർഷിക സംസ്കൃതി നിലനിൽക്കുന്ന ഗ്രാമപ്രദേശമാണ് തത്ത. ഈ തത്തയിലെ കെട്ടുകാഴ്ച, തത്തയിലെ ഒഴുപ്പത്ത് പ്രകൃതി, ഈ രണ്ട് നാമങ്ങൾ കൊണ്ടാണ് തത്ത ലോകത്ത് പുകഴ്ത്തപ്പെട്ടത്. അങ്ങനെ വിശ്വപ്രസിദ്ധമായ വിശ്വവിഖ്യാതമായ ഈ കെട്ടുകാഴ്ച, അതിന്റെ ഭംഗി അത് ആസ്വദിക്കുന്നതിനായി ഇവിടെ അനേകായിരങ്ങളാണ് എത്തിച്ചേരുന്നത്. എല്ലാം ചെറുപ്പക്കാരാണ്, പ്രധാനമായും ഉള്ളത് ചെറുപ്പക്കാരാണ്. അവരുടെ ആവേശമാണ്, അവരുടെ ആത്മസമർപ്പണമാണ്. ആ ഒരു ഭക്തി അവർ ഈ രൂപത്തിലാണ് ഇന്ന് പ്രകടിപ്പിക്കുന്നത്. മറ്റു ദിവസങ്ങളിൽ അവർക്ക് മറ്റ് പരിപാടികളുണ്ട്, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവരുടെ ക്ഷേത്രത്തിലേക്കുള്ള മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇന്ന് അവർ ചെയ്യുന്നത് കെട്ടുകാഴ്ചയുടെ രൂപത്തിലാണ്. അതിന് ചെറുപ്പക്കാരുടെ, പ്രധാനമായും ചെറുപ്പക്കാരുടെ ഒരു ആവേശം. അവരാണ് അടുത്ത തലമുറ, അവരാണ് അടുത്ത ഒരു നൂറ്റാണ്ട് ഈ ക്ഷേത്ര ആചാരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത്തരത്തിൽ അവരുടെ ആത്മസമർപ്പണത്തിന്റെ ഭാഗമായ ഒരു കെട്ടുകാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. സ്വന്തമായി കെട്ടുകാഴ്ചകൾ ഉണ്ടാക്കുന്നവരുണ്ട്, മറ്റു സ്ഥലങ്ങളിൽ നിന്നും എടുത്തുകൊണ്ടുവരുന്ന വാടകയ്ക്കൊണ്ടുവരുന്ന പഠിച്ചാൽ തന്നെ അവരുടെ മനസ്സ് നിറയും. ഇപ്പൊ നമ്മള് 3 പ്രാവശ്യം വട്ടം പിടിക്കുക എന്നുള്ളതാണ്. അത് 4 പ്രാവശ്യം വട്ടം പിടിക്കുന്നത് അത് ശരിയായ നടപടിയല്ല. കാരണം അത് നമ്മൾ സാധാരണ ഒറ്റയക്കത്തിലാണല്ലോ വട്ടപ്പടി പൂർത്തീകരിച്ച് നിർത്തുക. അപ്പൊ അതുകൊണ്ട് 3 പ്രാവശ്യം വട്ടം പിടിച്ച് എല്ലാ കെട്ടിടപ്പടികളും മധ്യയിലേക്ക് പിടിച്ചു വയ്ക്കാം. അതൊരു അഭ്യർത്ഥനയാണ്, അപേക്ഷയാണ്. ഓൾ ഇന്ത്യയിൽ മത്സരിക്കണം. അതുപോലെ അടുത്ത ചടങ്ങ് ഇത് കഴിഞ്ഞാൽ ഈ കെട്ടിടപ്പടിയിൽ വട്ടപ്പടി പൂർത്തിയാക്കിയാൽ ഇപ്പോൾ ക്ഷേത്രത്തിന്റെ സേവത്തണ്ടൽ ഉപദേഷ്ടിയായിരിക്കുന്ന അമ്മ ഒരു പ്രാവശ്യം ഈ ക്ഷേത്രത്തിന് വലം വെച്ചുകൊണ്ട് അമ്മയുടെ തങ്ക ജീവിതം ഏറി രക്ഷയാഗം എന്ന കഥയുമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കലാമണ്ഡലം ഗോപികൃഷ്ണൻ, ശ്രീ കലാമണ്ഡലം അരുൺ, രക്ഷയാഗത്തിലെ പാട്ട് ശ്രീ ഫാറ്റ്, രക്ഷയാഗത്തില് ശ്രീ ഫാറ്റ് മോഹനൻ, വേദവല്ലി ശ്രീമതി നാരംഗി ദിനേശ്, സതി കലാമണ്ഡലം അനന്ത്കുമാർ, ശ്രീ കലാമണ്ഡലം എബിൻ ബാബു, ശിവൻ ശ്രീ കലാമണ്ഡലം രവികുമാർ. വാങ്ങാവുന്ന നാളെ രാവിലെ 6 മണിക്ക് 7 തൊട്ടും അതിനുശേഷം 8 മണിയോടുകൂടി കെട്ടുകാഴ്ചകളുടെ വട്ടംപടി പുനരാരംഭിക്കും. 2 ദിവസം കെട്ടിടപ്പടികൾക്ക് വട്ടം പിടിക്കുന്ന ഏക ക്ഷേത്രമാണ് ഉൾപ്പെട്ട് ഭഗവതി ക്ഷേത്രം. ഉൾപ്പെട്ട് ഭഗവതി ക്ഷേത്രത്തിന് ഒട്ടനുള്ളത് ഒരു തിരുവോളിൽ തന്നെ 2 വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള ദേവാലയമാണ്. ദേവിയുടെ ഭഗവതിയുടെ അലങ്കാരം അവരുടെ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നൂറ്റാണ്ടുകളായി, ആയിരത്താണ്ടുകളായി, ഏകദേശം 2000 വർഷമുള്ള 1600 വർഷങ്ങളുടെ രചിക്കപ്പെട്ട, എഴുതപ്പെട്ട പാരമ്പര്യമുള്ള ഒരു ചരിത്രമുള്ള ക്ഷേത്രമാണ്. ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടുന്ന ക്ഷേത്രത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തലുകൊണ്ട് അവർക്ക് നേരത്തെ സൂചിപ്പിച്ചു. അങ്ങനെ ഒട്ടനവധി പ്രാധാന്യമുള്ള, പ്രത്യേകതയുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തത്തയിൽ ഉൾപ്പെട്ട ഭഗവതി ക്ഷേത്രം. അതിന്റെ ഐതിഹ്യങ്ങള്, അതിന്റെ ആചാരങ്ങള്, അതിന്റെ അനുഷ്ഠാനങ്ങൾ ആളുകൾക്ക് തന്നെ. പ്രിയമുള്ളവരെ, നമ്മുടെ കെട്ടുകാഴ്ചയുടെ സമാപനം കുറിക്കുന്ന സമയമായിരിക്കാം. ഇന്നത്തെ കെട്ടുകാഴ്ച സമാപിപ്പിക്കുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ക്ഷേത്രം